സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എ പത്മകുമാറൊന്നും പാർട്ടിക്ക് പ്രശ്നമില്ലെന്നാണ്. കറക്റ്റ്. ഗോവിന്ദ മാഷ് പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM ആകുന്നൊരു സമുദ്രം, ആ സമുദ്രത്തിൽ നിന്ന് പത്മകുമാർ ആകുന്ന ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. തെര അപ്പം അവസാനിക്കും ബക്കറ്റിനകത്ത് കയറി കഴിയുമ്പോൾ. അത് ഗോവിന്ദ മാഷ് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ ആ ഒരു ബക്കറ്റ് വെള്ളം എടുത്തു എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത്രയേ ഉള്ളൂ. ഒപ്പം തന്നെ നേതാവ് AK ബാലൻ പറഞ്ഞത് പത്മകുമാർ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതാണ്. ബാലേട്ടൻ പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാനത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യമാണ് പരസ്യമായിട്ട് പറഞ്ഞത്. അത് ഇന്നലത്തെ ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് എന്റെ ഭാഗത്തുണ്ടായത്. അങ്ങനെ പരസ്യമായി പറഞ്ഞത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അതിന്റെ പേരിൽ പാർട്ടി സംഘടനാപരമായി എന്ത് നിലപാട് സ്വീകരിച്ചാലോ സ്വീകരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 5 ലക്ഷം അംഗങ്ങളുണ്ട്, ഇവരെല്ലാം സംസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുമെന്ന് കൂടിയാണ്. പറ്റത്തില്ല, അതും എനിക്കറിയാം. 5 ലക്ഷം പേര് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് 5 ലക്ഷം അംഗങ്ങളുണ്ട്. അതിനകത്ത് എല്ലാവരെയും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കാൻ ഒക്കില്ല. ഞാൻ എന്നെ എടുത്തതിനെ പറ്റി അല്ല, എടുക്കാതിരുന്നതിനെ പറ്റി അല്ലല്ലോ പറഞ്ഞത്. ചില പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി പോലുള്ള ഉന്നത ഘടകങ്ങളിലേക്ക് ആളുകളെ എടുക്കുമ്പോൾ അതിന് സംഘടനാപരമായിട്ടുള്ള ചില നിലപാടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അത് പാലിച്ചു കണ്ടില്ല എന്നുള്ളത് എന്റെ പ്രശ്നമുള്ളൂ. ആ ഒറ്റ വിഷയത്തിലേ ഉള്ളൂ എനിക്ക് തർക്കം. അല്ലാതെ അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വേറെ എന്തെങ്കിലും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടെന്ന് വരുത്തിയാൽ ഒരു രക്ഷയില്ല. വീണ ജോർജ് അല്ലാതെ വേറൊരാളിനെ ചൂണ്ടിക്കാണിക്കാൻ ഇതേപോലെ ക്രൈറ്റീരിയ ഇല്ലില്ല, ഞാൻ അതൊന്നും കാണിക്കുന്നില്ലല്ലോ. ഞാനപ്പോ വീണ ജോർജിന്റെ കഴിവിനെയൊന്നും ഞാൻ കുറച്ച് കാണുന്ന ആളല്ല. കാരണം അവര് ഇപ്പൊ 9 വർഷക്കാലമായി ഇവിടെ MLA എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുകയാണ്. മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവരുടെ കഴിവ് തെളിയിച്ച ആളാണ്. ഇപ്പൊ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരുടെ കഴിവ് തെളിയിക്കുന്ന ആളാണ്. അക്കാര്യത്തൊന്നും മന്ത്രിയായിട്ട് എടുത്തതൊന്നും ഞാൻ എതിർത്തിട്ടില്ലല്ലോ. 4 വർഷമായില്ലേ അവര് മന്ത്രിയായിട്ടിരിക്കും. ഞങ്ങൾ യോജിച്ചില്ലേ പ്രവർത്തിക്കും. അക്കാര്യത്തൊന്നും തർക്കമില്ല എനിക്ക്. സംസ്ഥാനത്തെ 5 ലക്ഷം അംഗങ്ങളിൽ കേവലം ഒരാൾ മാത്രമാണോ പാർട്ടിക്ക് അംഗം? തീർച്ചയായിട്ടും അതങ്ങനെയാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണല്ലോ. ഈ 5 ലക്ഷം പേരിൽ ഒരാൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും പാർട്ടി ബ്രാഞ്ചിൽ ഇരിക്കുന്ന സാഹചര്യമുണ്ട്. അതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ എന്നെ എടുത്തോ എടുത്തില്ലയോ എന്നുള്ളതല്ല ബാധിക്കുന്ന പ്രശ്നം. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നുകൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നതും, നിങ്ങള് അല്ലെങ്കിൽ മാധ്യമങ്ങൾ, ഞാൻ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നമല്ല. രാഷ്ട്രീയവും സംഘടനാപരവും, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒറ്റവാക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഘടകത്തിലേക്ക് നിശ്ചയിക്കേണ്ടത്. ആ കാര്യം വീണ ജോർജിന്റെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒറ്റ പരിഭവം മാത്രമാണ് എനിക്കുള്ളത്. അത് ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ ഭാഗത്തെ പെശക് ആയിട്ട് ഗോവിന്ദ മാഷ് ചൂണ്ടിക്കാണിച്ചത്. അത് എന്നെ എടുത്തില്ല എന്നുള്ള പരിഭവമാണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. എനിക്കുള്ള അഭിപ്രായം ഇതാണ്. ഇത് പറയാൻ ഒരാളെങ്കിലും വേണം, ഇത് പരസ്യമായിട്ട് പറയാൻ ഒരാളെങ്കിലും വേണം എന്നുള്ളത് കൊണ്ട് പരസ്യമായി പറഞ്ഞതേ ഉള്ളൂ. മന്ത്രിമാരെ സംസ്ഥാന സമിതിയിൽ കരുതാവായി ഉൾപ്പെടുത്തുന്നത് ഒരു കീഴ്വഴക്കമാണ്. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് C രവീന്ദ്രനാഥിനെ സമാനമായ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിയതാണ്. മന്ത്രിമാർക്ക് കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദി എന്നാണ് കാണുന്നത്. ആയിരിക്കാം. അദ്ദേഹത്തിന്റെ ധാരണ വെച്ചിട്ട് ചിലപ്പോൾ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ പിന്നെ ഞാൻ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ജില്ലാ സെക്രട്ടറി പറഞ്ഞതാവാം ശരി. അല്ല, ധൈര്യത്തിന്റെ ധൈര്യക്കേടിന്റെ ഒന്നും പ്രശ്നമല്ല. ഇതൊക്കെ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു കാര്യമല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കാര്യമല്ല. കാരണം പാർട്ടിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്, മന്ത്രിയായിരുന്നു, കണ്ണൂർ ജില്ലയാണ്. ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നമല്ല. അത് പാർട്ടി വേദിയിൽ അഭിപ്രായം ആവർത്തിക്കുക. പാർട്ടി വേദിയിൽ പങ്കെടുപ്പിക്കാനേ പറയും, പറയാതിരിക്കാൻ ഒക്കത്തില്ല. അറിയത്തില്ല, വിളിക്കാനേ പോവും, പങ്കെടുക്കും. പറയാനൊന്നും പറയും. നടപടി അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നടപടിക്ക് വേണ്ടി കാത്തിരിക്കുമോ അതോ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ എന്താ വെച്ചാൽ പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ എന്റെ വ്യക്തിനിഷ്ഠമല്ലല്ലോ. എനിക്കറിഞ്ഞൂടാ. ഞാൻ അതൊന്നും പറയാൻ ഞാനില്ല. ഞാൻ പറഞ്ഞല്ലോ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ.
ആ പോയിന്റ് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു, നാളെ അത് പറയും. ആദ്യ കമ്മിറ്റിയിലുള്ള ഇപ്പോഴും കമ്മിറ്റിയിലുള്ള ഒരേ ഒരാളാണ്. അപ്പോൾ അർഹതപ്പെട്ടത് കിട്ടിയെന്ന് പറയുമ്പോഴും എങ്ങനെ അവഗണന എങ്ങനെയാണ്? അർഹതയും അവഗണനയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞപ്പോ ആ പോയിന്റുകൾ ചേർക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പിന്നീട് തോന്നിയത് കൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു ഘടകത്തിലേക്ക് ആളിനെ എടുക്കുന്നതിനെ പറ്റി മാത്രമേ ഉള്ളൂ എനിക്ക് തർക്കം. ആ ഒരു ചെറിയ പോയിന്റാണ്. ആ പോയിന്റ് പരസ്യമായി പറഞ്ഞു എന്നുള്ളതാണ് എന്റെ ഭാഗത്തെ പെശകായിട്ട് നേതാക്കന്മാർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ആ പെശക് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു, ഞാനും അത് അംഗീകരിക്കുന്നു. തെറ്റ് തന്നെയാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞതാണെന്നുള്ളതും അംഗീകരിക്കുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ കണക്ക്. ഞാനൊരു ജീസുകാരനാകാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റാരെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നില്ല. പത്മകുമാറാണ്. വരട്ടെ, നമുക്ക് നോക്കാം. ഈ മന്ത്രി കൃത്യമായി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് ജില്ലാ സെക്രട്ടറി ആയിരിക്കും. അദ്ദേഹമാണല്ലോ എന്റെ ഈ അറ്റൻഡൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾ. അതുകൊണ്ടാണ് അദ്ദേഹം പരാതി പാർട്ടി ഫോറത്തിലൊന്നും ഇതുവരെ ഉന്നയിച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പാർട്ടി കമ്മിറ്റിയിലെ കാര്യം ഞാൻ പരസ്യമായി പറഞ്ഞൊരു കാര്യത്തെ പറ്റി മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. വളരെ ശക്തന്മാരല്ലേ നമ്മുടെ ഭാവി കേരളത്തിന്റെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള തത്വമൊന്നുമില്ല. ഇപ്പൊ നമ്മളില്ലാത്തതുകൊണ്ട് ഇത് മുഴുവൻ മോശം എന്ന് പറയാൻ ഞാനില്ല. ക്ഷണിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കമ്മിറ്റിയിൽ പങ്കെടുക്കാം, പക്ഷെ വോട്ടിംഗ് പവർ ഇല്ല. നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അവർക്ക് അധികാരമില്ല. അവർക്ക് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ മന്ത്രിസഭയെ ബാധിക്കുന്ന പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി പറയണമെങ്കിൽ അത് പറയാം. ഈ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് സമ്മേളനത്തിന് ശേഷം പുനഃസംഘടിപ്പിച്ചിട്ടില്ല. ഇല്ല. അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുമെന്ന്? പുതിയ ആൾക്കാർ വരണമെന്ന് എന്റെ അഭിപ്രായം. ഞാൻ എന്തായാലും എന്റെ ആഗ്രഹം ഞാനിവിടെ തുടങ്ങിയ രാജ്യം പ്രവർത്തിക്കണം. ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ഞാൻ ഇനിയിപ്പോ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ പാർട്ടിയിലാണെങ്കിൽ 75-ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്യണം. എനിക്ക് കിട്ടിയ ജോലിയിൽ ഞാൻ പോയിരുന്ന 56-ന്റെ ഞാൻ റിട്ടയർ ചെയ്തേനെ. ഇപ്പൊ 66 ഞാൻ റിട്ടയർമെന്റ് ആണ്. ബോണസ് ഇല്ലില്ല. നമുക്ക് CPM-നെ സംബന്ധിച്ച് ചില സംഘടനാ നിലപാടുകളുണ്ട്. ആ നിലപാടിനനുസരിച്ച് പൊതുവായിട്ട് ഈ വീണാലോചിന്റെ വരവും പെട്ടെന്നുള്ള ഈ സ്ഥാനത്തൊക്കെ പലരും പറയുന്നുണ്ട്. അതായത് മന്ത്രിയാക്കിയിരുന്നെങ്കിൽ അത് അവർക്ക് ഇത്രയും കിട്ടാനുള്ള പ്രോഗ്നൻസ് കിട്ടാനുള്ള ഘടകം ഉണ്ടായിരുന്നു അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ. ഈ മന്ത്രിമാരായിരിക്കുന്ന എല്ലാവരും പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ വരണം എന്ന് ഇപ്പോൾ പറയുന്നതാണ്. കാരണം കഴിഞ്ഞ സമ്മേളന കാലയളവിലും അവർ മന്ത്രിയായിരുന്നു. 4 വർഷമായി. കഴിഞ്ഞ സമ്മേളനം 3 വർഷം മുമ്പ് നടക്കുമ്പോഴും അവർ മന്ത്രി. അതെ. അങ്ങനെയാണെങ്കിൽ ആ ഘട്ടത്തിൽ മന്ത്രിയായിരുന്ന ആളാണ്. ആ ഘട്ടത്തിൽ വരേണ്ടതാണ്. ആ തെറ്റിപ്പ് തിരുത്തിയതാണെന്ന് പാർട്ടി ചിലപ്പോൾ പറയും. പപ്പേട്ടന്റെ വീട് നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ മന്ത്രിയാണ്. അതെ. ഈ ആറന്മുള മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് നല്ല മതിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലല്ലോ. ഇവിടെ നിങ്ങൾ വരാനിടയായ സാഹചര്യം ഇന്നലത്തെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇന്നലെ മുതൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ പോയിന്റേ ഉള്ളൂ. എന്താ പോയിന്റ്? ഒരു പാർട്ടി കമ്മിറ്റിയിലേക്ക് ഒരാളിനെ എടുക്കുമ്പോൾ രാഷ്ട്രീയവും സംഘടനാപരവുമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ച് വേണം. അത് വീണ ജോർജിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല. അത് തെറ്റായി പോയി എന്നുള്ളത് ഞാൻ പരസ്യമായി പറഞ്ഞു. ഇത് മാത്രമേ ഉള്ളൂ പോയിന്റ്. അല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല. അതിനകത്ത് വേറെ ഒറ്റ കാര്യമില്ല. കാരണം ഇവിടുത്തെ മണ്ഡലത്തിലെ പ്രവർത്തനം സംബന്ധിച്ച് മോശമാണെന്നില്ല. വീണ ജോർജിന്റെ കഴിവിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. AK ബാലൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. ജില്ലാ സെക്രട്ടറി പറഞ്ഞത് തെറ്റായെന്ന് ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. ഇത്തരത്തിലൊരു പരസ്യപ്രചരണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണ് താങ്കൾ. അപ്പൊ പാർട്ടിയുടെ നടപടി അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ഇപ്പം വേറൊരാളാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയെങ്കിൽ നടപടി എടുക്കണമെന്ന് ഞാൻ തന്നെ ആദ്യം ആവശ്യപ്പെടും. അക്കാര്യത്തിൽ സംഘടനാപരമായി കർശനമായ നിലപാട് സ്വീകരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ സ്വയം തന്നെ പറഞ്ഞത്, ഞാൻ ഇവിടെ ബ്രാഞ്ചിൽ നിൽക്കാൻ എന്നെ തരം താഴ്ത്തുവോ അങ്ങനെ തരം താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ മറ്റേ നെല്ലിപ്പല കഴിഞ്ഞാൽ പിന്നെ താഴ്ത്തു കാണാൻ പറ്റുന്നില്ല. നെല്ലിപ്പലകയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആ നെല്ലിപ്പലകയെ നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അത് പറ്റത്തില്ലെങ്കിൽ പിന്നെ പുറത്താക്കൽ നടപടിയാണ്. അതാണ് സംസ്ഥാന നേതാക്കളായാലും വിളിച്ചിരുന്നു. ഇല്ലില്ല, ഞാൻ ഈ CPM-നകത്ത് അങ്ങനെ ഒരു ഏർപ്പാടില്ലല്ലോ.
എനിക്കറിഞ്ഞൂടാ. ഇനി ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു, അത് എവിടെയും പറയും. അല്ല, അത്രേ ഉള്ളൂ. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ആ ഒരു ചെറിയ പോയിന്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പോയിന്റും ഇല്ല. അതിനെ കൂട്ടിക്കെട്ടി കണ്ണൂരുകാരെ എടുക്കാതിരുന്നതോ മറ്റേവരെ എടുക്കാതിരുന്നതോ ആറന്മുള മണ്ഡലത്തെ വികസനം അതൊന്നും എനിക്ക് ബാധകമല്ല. അതൊക്കെ ഞാൻ CPM-നോടൊപ്പം തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയത് CPM-ലാണ്, ഇപ്പോഴും CPM-ലാണ്, നാളെ CPM തന്നെയാവും. ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? അത് ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഈ BJP-യുടെ UDF-ന്റെ ഒക്കെ കാര്യം അവര് ആദ്യം തീർത്തിട്ട് ബാക്കി പറയട്ടെ. അപ്പൊ അവർക്ക് നടപടി എടുക്കേണ്ട ഒരു വിഷയമാണ് ഇന്നലെ നടത്തിയ പ്രതികരണം സ്വയം തോന്നുന്നുണ്ടോ? സംശയം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്. പരസ്യമായി പറയാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ധാരണയ്ക്ക് അനുസരിച്ച് പരസ്യമായി പറയാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞത് ഇപ്പൊ AK ബാലൻ പറഞ്ഞതുപോലെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തട്ടെ. ഇത്രയും നാളത്തെ ഒരു പാർട്ടി പ്രവർത്തന പരിചയം വെച്ചിട്ട് സംഘടനാപരമായ ഒരു തെറ്റാണല്ലോ ഇപ്പം ഭേദം ചെയ്തിരിക്കുന്നത്. അതിന് കിട്ടാവുന്ന ഒരു പരമാവധി ശിക്ഷ എന്തായാലും അതാ എന്റെ ഘടകം തീരുമാനിക്കുന്ന ശിക്ഷയാണ്. എന്തുമാവാം. താക്കീത്, പരസ്യ താക്കീത്, പരസ്യശാസന, സസ്പെൻഷൻ 1 വർഷം വരെ, അതല്ലെങ്കിൽ പുറത്താക്കൽ, ഏത് വേണേലും. പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്ന സ്ഥിതിക്ക് പരമാവധി ശിക്ഷ വരെ പ്രതീക്ഷിക്കാം. ആയിക്കോട്ടെ, വരട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. പാർട്ടി ഒരു നടപടി എടുത്താൽ അതിനുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും? പാർട്ടി സംശയമില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിലപാടിനോടൊപ്പം നിൽക്കാനല്ലേ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങളൊക്കെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴും ഇതിനേക്കാൾ നല്ലൊരു തത്വശാസ്ത്രമില്ലെന്നും ഇതിനേക്കാൾ നല്ലൊരു സംഘടനാപരമായ നിലപാടുകളില്ലെന്നും കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എത്ര കടുത്ത നടപടിയാണെങ്കിലും അംഗീകരിക്കും. സംശയമില്ല. ഒരു കാര്യം, അതായത് എനിക്ക് പദവി കിട്ടാത്തതിൻ്റെതല്ല വീണ ജോർജിനെ ഉൾപ്പെടുത്തിയത് ശരിയായ കീഴ്വഴക്കമല്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷെ ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാർപ്പുകൾ ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ പ്രവർത്തനം, ലാസ്റ്റിലാണെന്ന് പറയുമ്പോൾ 52 വർഷമായി. അത് മറ്റേത് രണ്ടായിട്ടങ്ങ് വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. വായിക്കുമ്പോൾ അത് 52 വർഷം അതങ്ങനെ വായിച്ചതിന്റെ ദോഷം, അല്ലാതെ എഴുതിയതിന്റെ ദോഷം. ശരി, അവസാനിപ്പിക്കാം.